first step which he has done after a lot of hard work and prep. On this day, seeking blessings from Almighty and Most High. More than 300 numerous students വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ. അത്ര നന്നായിട്ട് എഴുതിയിരിക്കുന്നു. ബാക്കിയോട് വായിക്കണം. എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നപ്പോൾ, എഴുത്തിലൂടെയുള്ള യാത്ര തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പകുതി വഴിയായപ്പോൾ ഞാനതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇതൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല. അപ്പൊ ജോസ് പറയും, ഓ അത്രയ്ക്കൊന്നും ഇല്ലല്ലേ, അല്ലെങ്കിൽ അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്നോട് ചോദിച്ചാൽ അതങ്ങനെ നിസ്സാരമാക്കി കളയും. എന്നാൽ ഇന്നിതാ പുസ്തക രൂപത്തിൽ ആ കുറിപ്പുകളെല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ മാജിക് ഈ ഇരിക്കുന്ന മനുഷ്യന്റെ മാജിക്കാണ്. ഞാൻ ഈ വേദിയിൽ പലവട്ടം വന്നിട്ടുണ്ട്. വലിയ പ്രഭാഷകരും എഴുത്തുകാരും ഇവിടെ ഇരിക്കുമ്പോഴും ഒഴിഞ്ഞ കസേരകൾ ഈ ഹോളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു തുടക്കക്കാരനായ എഴുത്തുകാരൻ ഒരുപക്ഷെ അദ്ദേഹത്തോട് ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ഒരുപക്ഷെ പുസ്തകം വായിച്ചതുകൊണ്ടാണോന്നില്ല, ആ വ്യക്തിത്വത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട് നിങ്ങളിവിടെ എത്തിച്ചേർന്നാന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. ഞാൻ എത്തിക്കേണ്ടിയും പോലും ഇല്ലാതിരുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ പെട്ടെന്ന് കടന്നു വരികയാണ്. തലേദിവസം കണ്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കോളേജിൽ നിന്ന് തിരികെ ആശ്രമത്തിലേക്ക് നടക്കുന്നതിനിടയിൽ എതിരെ വന്ന ഒരാൾ കൈ കാണിച്ച് എന്നെ വിളിച്ച് നോക്കി. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2-3 പ്രാവശ്യം തിരിഞ്ഞു വന്നു. വേറെ ആരെയാണ് ഇദ്ദേഹം വിളിക്കുന്നത്, എന്നെ അല്ല എന്ന് വെച്ചു. പിന്നെയാണ് എന്നെയാണെന്ന് മനസ്സിലാക്കി എന്റെ പേരെടുത്ത് വിളിച്ച് വന്ന് പരിചയപ്പെട്ടു. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകവും എനിക്ക് തന്നു. നല്ല തിരക്കുള്ള ദിവസങ്ങളായി തുറന്നു നടക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് 2 കാര്യങ്ങളാണ് പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ. ഒന്ന്, നമ്മുടെ ഇക്കാലത്ത് ഒരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ചും സാഹിത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മേഖലകളിൽ പ്രവർത്തിച്ച ഒരാൾ, അമേരിക്ക പോലുള്ള നാട്ടിൽ കുറച്ചു നാൾ ചെന്നെത്തിയ ഇടങ്ങളെ കുറിച്ചും കണ്ടുമുട്ടിയ മനുഷ്യരെ കുറിച്ചും അവരുമായുള്ള സൗഹൃദങ്ങളെ കുറിച്ചുമൊക്കെ ലളിത സുന്ദരമായ ഭാഷയിൽ എഴുതുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഒന്നാമത്തെ കാര്യം. 2, ഇദ്ദേഹം വളരെ ശ്രദ്ധിച്ചാണ് എഴുതുന്നത്. ഞാൻ അധ്യാപകനായതുകൊണ്ടായിരിക്കാം. ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപകർക്ക് ഒരു പ്രശ്നമുണ്ട്, എന്താ തെറ്റ്, എവിടെയാ കുഴപ്പം എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. അധ്യാപകർ ഇപ്പം അത് നമ്മുടെ കുഴപ്പമല്ല, അങ്ങനെയാണ്. ഞാൻ വളരെ ശ്രദ്ധയോടെ വായിച്ചു. ചില എനിക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. എങ്ങോട്ടായി അവന്റെ അധ്വാനവും അവന്റെ ആശ്രയബോധവും അതിലെല്ലാവർക്കും മതി അവന്റെ ദൈവവിശ്വാസമാണ് അവൻ ഇന്ന് അമേരിക്ക ലോകം മുഴുവനുള്ള വിദ്വാന്റെ ജീവിതത്തെ പറ്റി ജോലി ചെയ്യുവാനുള്ള കൃപ അവന്. താങ്ക് യു വെരി മച്ച്. ഈ ഇരിക്കുന്നവരുടെ കഥയാണ് എൻ്റെ കഥയിലുള്ളവർ. കഥയല്ല, ഇത് ജീവിതമാണ്. ഒരാൾ സ്റ്റേജിലിരിക്കുന്ന തങ്കമ്മ ടീച്ചർ, സദസ്സിലിരിക്കുന്ന എൻ്റെ അമ്മ, സദസ്സിലിരിക്കുന്ന ഗോൺസാലോ, സദസ്സിൽ തന്നെയുള്ള കാഞ്ചന, വിദേശത്തുള്ള ഷിജി, ദുബായിൽ നിന്നും ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ മാത്രം ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാനി, അവൻ്റെ എൻ്റെയും സുഹൃത്തുക്കൾ ഫൈസൽ, ആരിഫ്, ഷാനി. ഞാൻ ആദ്യം പുസ്തകം ഒരു കഥ എഴുതി, ഓർമ്മ എഴുതി, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഷാനിഫാണ് ആദ്യം എന്നോട് പറഞ്ഞത്, ജോസേ എടാ നീ എഴുതിയിരിക്കുന്ന കുഴപ്പമില്ലാട്ടോ, നീ അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാനുള്ളതല്ല, നീ അതൊരു പുസ്തകമാക്കി വെക്കണം. അത്രയും കാലം ഒരു പുസ്തകം എഴുതുന്നതിനെ പറ്റിയോ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതിനെ പറ്റിയോ ഒന്നും ഞാൻ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ട് പോലും ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടെ നിന്നാണ് ഒരു പുസ്തകം എഴുതുന്നതിനെ പറ്റി
ചിന്തിക്കുവാനും പുസ്തകം എഴുതി ആരംഭിക്കാനും തുടങ്ങി. പക്ഷെ ഒരു 2-3 കഥകളാകുന്നതിനും വരെ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒന്നുമില്ലായിരുന്നു. ഒരു പ്രേരകശക്തിയാണ്, പ്രത്യേകിച്ച് സമാധാനം തരുന്നു, എഴുതാനുള്ള മനസ്ഥിതി തരുന്നു, മനസാന്നിധ്യം തരുന്നു. അത് വലിയ ഒരു അനുഗ്രഹമാണ്. എൻ്റെ അമ്മ, ഞാൻ ഈ രാവും പകലും കുത്തിപ്പിടിച്ചിരുന്ന എഴുത്ത്, താമസിച്ച് നേരത്തെ എണീക്കുക, അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീച്ചിരുന്ന് എഴുതുക, ഇതെല്ലാം ഈ വീട്ടിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ, അനുവദിച്ചില്ലെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല. പിന്നീട് കുഞ്ഞിച്ചാച്ചി അധികം സംസാരിക്കുന്നില്ല, എൻ്റെ പപ്പയുടെ പെങ്ങളാണ്. കുഞ്ഞാച്ചിയുടെ കൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ കുഞ്ഞാച്ചി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ഇരുന്ന് എഴുതിയാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്കുള്ള ചായ, വെള്ളം, ചോറ്, കാപ്പി, എല്ലാ സംഭവം കുഞ്ഞാച്ചിയായ ഒരു അഡിക്ഷനാണ്, പാഷനാണ് കുഞ്ഞാച്ചി. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് തരിക, എന്നെ കഴിപ്പിക്കുക, തീറ്റിക്കുക, കുളിപ്പിക്കുക. അതുകൊണ്ട് ഒരു ആരോഗ്യ സംരക്ഷണം കുഞ്ഞാച്ചി പൂർണ്ണമായി. മക്കള് ഇവരെല്ലാവരുമാണ് ഇതിന്റെ ചാലകശക്തി. എന്നെ അതിന് ഒരുപാട് പ്രേരിപ്പിച്ച്, എൻ്റെ കഥകൾ വായിച്ച് എന്നെ സ്നേഹത്തോടു കൂടി പ്രോത്സാഹിപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ജോൺ ഉണ്ട്, ഗോൺസാലോ ഉണ്ട്, പിന്നെ എൻ്റെ വിദേശത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മഞ്ജു, കാഞ്ചന, ഒരുപാട് പേര്, ഒരുപാട് സുഹൃത്തുക്കൾ, സന്തോഷ്, ഷിജി പി മൈക്കിൾ, ഒരുപാട് പേര് എന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം തുടങ്ങി അത് നല്ലതാണ്, ഇൻ കേസ് അത് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ, ചീത്ത എന്ന് പറയുന്നില്ല, അപ് ടു ദ മാർക്ക് ആണെങ്കിൽ പോലും നല്ലതാണെന്ന് പറയുക നമ്മൾ മലയാളികൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ പേര് എഴുതിച്ചാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ബുക്ക് പ്രകാശനം നടത്തുകയും ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുകയും ചെയ്ത ബോബി സാറിനെ ഞാൻ നന്ദി പറയുന്നു. സാറിനോടുള്ള